ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് വേറെ പുതിയൊരു സ്റ്റിച്ചായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻകാരി എംബ്രോയ്ഡറിയിൽ കുറേ സ്റ്റിച്ചസ് കമ്പൈൻ ചെയ്തിട്ടാണ് ചിക്കൻകാരി എംബ്രോയ്ഡറി വരുന്നത്. അപ്പോൾ ലക്നൌവിലത്തെ ഒരു സ്റ്റിച്ചാണ് ചിക്കൻകാരി എംബ്രോയ്ഡറി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് ഒത്തിരി വെറൈറ്റീസ് ഓഫ് സ്റ്റിച്ചസ് ഉണ്ട്. ഷാഡോ വർക്ക് ഉണ്ട്, ഹെയർ ഇൻ ബോൺ ഉണ്ട്, ഫാൻറ്റാ സ്റ്റിച്ച് എന്ന് പറഞ്ഞ സ്റ്റിച്ച് ഉണ്ട്, മൂരി സ്റ്റിച്ച്, ഡോൾ മൂരി, പിന്നെ റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ജാലി വർക്ക് എന്ന് പറഞ്ഞാൽ ഹോൾസ് ആയിട്ട് ഇങ്ങനെ ഓട്ടയായിട്ടുള്ള ഒരു വർക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒത്തിരി ഇങ്ങനത്തെ സ്റ്റിച്ചസ് കമ്പൈൻ ചെയ്തിട്ടാണ് ചിക്കൻകാരി എംബ്രോയ്ഡറി വരുന്നത്. അപ്പോൾ ഒരു ഡിസൈൻ എടുത്താൽ തന്നെ നിങ്ങൾക്ക് പല വെറൈറ്റീസ് ഓഫ് സ്റ്റിച്ചസ് കാണാം. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു ചിക്കൻകാരി എംബ്രോയ്ഡറി ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും, അതിൽ കയറി ഒന്ന് നോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻകാരി എംബ്രോയ്ഡറിയിലത്തെ ഒരു സ്റ്റിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ചിക്കൻകാരി എംബ്രോയ്ഡറി ചെയ്യുന്നതെല്ലാം ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആയിരിക്കും, എന്നാലാണ് ഷാഡോ വർക്ക് ആയാലും ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു കോട്ടൺ മെറ്റീരിയലാണ്. ചിക്കൻകാരി ഡിസൈനും അല്ല, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനിൽ ഞാൻ ഒരു വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് മൂരി വർക്ക് എന്ന് പറഞ്ഞാൽ മൂരി സ്റ്റിച്ചാണ്. അത് ഇങ്ങനെ തിന്നായിട്ട് ഒരു ലൈൻ പോലെയാണ് ഇരിക്കുന്നത്. ഞാൻ 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്താണ് തയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 3 or 4 സ്ട്രാൻഡ്സ് യൂസ് ചെയ്താൽ തീരെ കുറച്ചും കൂടെ കട്ടി കുറച്ചായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. 3 ഫ്ലവേഴ്സും 2 ലീവ്സും ആണ്. അപ്പോൾ ലീവ്സിൽ ഞാൻ തയ്ക്കാൻ പോകുന്നത് റേസ്ഡ് ഫിഷ് ബോൺ സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ സാധാ ഫിഷ് ബോൺ ആണ് ഇതുവരെ തയ്ച്ച് കണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ വേറൊരു സ്റ്റിച്ചാണ് കാണുന്നത്, റേസ്ഡ് ഫിഷ് ബോൺ സ്റ്റിച്ച്. അപ്പോൾ അത് തയ്ക്കാനായിട്ട് ഫിഷ് ബോൺ സ്റ്റിച്ച് തയ്ക്കുന്ന മാതിരി തന്നെ ആദ്യം സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, കുറച്ച് ഇറക്കി. മറ്റേത് ഇപ്പോൾ ഇവിടം വരെയാണ് സാധാ ഫിഷ് ബോൺ തയ്ക്കുമ്പോൾ നമ്മൾ കുത്തനെ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഇറക്കി നമ്മൾ എടുക്കുകയാണ്. ഇത് 6 സ്ട്രാൻഡ്സ് ആങ്കർ ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞ് സാധാ ഫിഷ് ബോൺ ആണെങ്കിൽ നമ്മൾ ഇവിടെ കുത്തിയിട്ട് ഇവിടെ നിന്ന് പൊക്കുന്നു, ഇവിടെ താത്തുന്നു, ഇതിൻ്റെ തൊട്ട് താഴെ താത്തുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ തയ്ച്ചുകൊണ്ടിരുന്നത്. ഇതിന് ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ മേളിൽ നിന്നല്ല തുടങ്ങുന്നത്, ഇതിൻ്റെ നേരെ ഈക്വലായിട്ടുള്ള ഈ സൈഡിൽ നിന്ന്, ഇപ്പോൾ എവിടെയാണോ നമ്മൾ താത്തി അതിൻ്റെ ഈക്വലായിട്ടുള്ള ഈ സൈഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമുക്ക് എടുക്കാം, ഇന്ന സൈഡിൽ നിന്നൊന്നുമില്ല. ആ സൈഡിൽ നിന്ന് ഇനി ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഇപ്പം നമ്മൾ കുത്തിപ്പൊക്കിയതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിൽ ഡിസൈൻ വരച്ചേക്കുന്നതിൻ്റെ അവിടെ അങ്ങോട്ടേക്കാണ് നമ്മൾ താത്തുന്നത്. ഇനി വീണ്ടും ഈ സൈഡിൽ നിന്ന് ഇത് ലെവലായിട്ട് ഇങ്ങനെ വന്നം, ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട്, മേളിൽ അപ്പുറത്തെ സൈഡിലോട്ട് ഡിസൈൻ വരച്ചേക്കണേ അവിടെ കുത്തുന്നു. ഇനി ഇങ്ങനെയാണ് ഇതിൻ്റെ തൊട്ട് താഴെ, ഇതും താഴത്തുനിന്ന് മേളിലോട്ടാണ് നമ്മൾ താത്തുന്നത്. ഇനി ഇവിടെ ഇതിൻ്റെ തൊട്ട് താഴെ നമ്മൾ എടുക്കുകയാണ്, അപ്പുറത്തെ സൈഡിൽ. ഇതിൻ്റെ തൊട്ട് താഴത്തുനിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് താത്തുക. ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കണം, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഒത്തിരി ഡിസ്റ്റൻസ് വിടാണ്ട് തൊട്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം ഫില്ല് ചെയ്ത് വന്നോളും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ലീഫിൻ്റെ മേളിൽ എന്ത് ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. വീവി പോലെ കുറച്ച് പൊങ്ങിയിരിക്കുന്നുണ്ടാകും.
അപ്പോൾ ഒരു നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. നൂല് കുറച്ച് അധികം എടുക്കും, പക്ഷേ എന്നാലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത് കുത്തി താത്താൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്ന വെച്ചാൽ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെയാണ് വീണ്ടും നമ്മൾ വീണ്ടും തയ്ക്കുന്നത്. അതുകൊണ്ട് കുറച്ച് താത്താനും ഇത് ചെയ്യാനും കോട്ടൺ തുണിയിലൊക്കെ തയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ അത്ര കട്ടി കുറഞ്ഞ മെറ്റീരിയൽ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പം കോട്ടൺ തുണി ആയതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇതോടെ നമ്മുടെ ഈ ഒരു ലീഫ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ എംപോസ് ചെയ്തിട്ട് റേസ്ഡ് ഫിഷ് ബോൺ സ്റ്റിച്ച് വന്നിട്ടുണ്ട്. നടുക്കേ കൂടെ ആ പാർട്ടീഷനും വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ലീഫും തയ്ച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലവർ തയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. നമ്മളിത് റേസ്ഡ് ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ട് 2 ലീവ്സും തയ്ച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കണേന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇരിക്കുന്നത് ഇത് എങ്ങനെയാണ്. ഇത് കണ്ടോ, അതിൻ്റെ ബാക്കിൽ നടുക്കേ കൂടെ ഒരു തയ്യലും വന്നിട്ടുണ്ടാവില്ല. 2 സൈഡിൽ കൂടെ ആയിരിക്കും തയ്യൽ വന്നിരിക്കുന്നത്. എന്നിട്ട് നടുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് ഇരിക്കുന്നത്. ബാക്ക് കാണാനും നല്ല ഭംഗിയായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റേസ്ഡ് ഫിഷ് ബോൺ. നമുക്കിനി അടുത്തത് ഈ പൂ തയ്ക്കുന്നത് നമ്മൾ മൂരി സ്റ്റിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ അത് തയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനും 6 strands അല്ലെങ്കിൽ 12 strands എടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല തടിച്ച് നിൽക്കും. ഇവിടെ ഞാനിപ്പോൾ 6 strands ആണ് എടുത്തിട്ടുള്ളൂ. ആദ്യം തന്നെ ഈ ലൈൻസാണ് ഞാൻ മൂരി സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് 6 strands ആങ്കർ ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ആദ്യം തന്നെ ഈ ലൈൻ തയ്ക്കുക. ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ ഇപ്പം നമ്മൾ താത്തീൻ്റെ തൊട്ടടുത്ത് തന്നെ മേളിൽ തന്നെ കുത്തിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പോയിന്റിൽ നിന്ന് തൊട്ട് ലൈൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ എടുക്കുകയാണ്. ഈ സൈഡിൽ നിന്ന് തൊട്ടിപ്പുറത്തെ സൈഡിൽ ഡിസ്റ്റൻസ് കൂട്ടുമൊന്നും വേണ്ട, അടുപ്പിച്ച് തന്നെ ആ ലൈൻ്റെ അപ്പുറത്തെ വശത്തോട്ട് നമ്മൾ നീഡിലിങ്ങനെ എടുക്കുകയാണ്. ത്രെഡ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. നീഡിലിൻ്റെ മേളിൽ കൂടെ പോയി പിന്നെ താഴത്തോട്ട് ആക്കി വെക്കുക. എന്നിട്ട് നീഡിൽ വലിക്കുക. ഇങ്ങനെയാണ് നമ്മൾ മൂരി സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ ഈ ഫുൾ ലെങ്ത്ത് നമ്മൾ കവർ ചെയ്യുകയാണ്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇപ്പോൾ ആദ്യം തയ്ച്ച ആ ലൈൻ്റെ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് അത് തൊട്ടടുത്ത് തന്നെ വേണം, ഒത്തിരി ഡിസ്റ്റൻസ് എടുക്കരുത്. ഈ ഒരു സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരി വെതറിയിട്ടവരെ അതുപോലെ റൈസിനെയാണ് ഇവർ ഇത് ചെയ്യാൻ നോക്കുന്നത്. റൈസ് തുണിയിൽ വെതറിയിടുമ്പോൾ കാണാൻ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഇവർ ഈ സ്റ്റിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. വേറൊരു സ്റ്റിച്ചുണ്ട് ചിക്കൻകാരിയിൽ തന്നെ ഫാൻഡ സ്റ്റിച്ച് എന്ന് പറഞ്ഞത്. ആ സ്റ്റിച്ചിനാണെങ്കിൽ മില്ലറ്റ്സ് എന്നാണ് അവർ പറഞ്ഞത്. അത് കുറച്ചും കൂടെ തടിച്ച് ഉരുണ്ടിരിക്കും. ഇതുപോലെ നീളം ഉണ്ടാവില്ല, ഉരുണ്ടായിരിക്കും ഇരിക്കുന്നത്. ഇതാണെങ്കിൽ ഇങ്ങനെ നീണ്ട അരീനെ പോലെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ എല്ലാ പെറ്റൽസും നമ്മൾ ഈ ഫ്ലവറിൻ്റെ തയ്ക്കുന്നത്. അപ്പോൾ അടുത്തത് ഇങ്ങനെ ഒത്തിരി വീതിയിൽ നമ്മൾ തയ്ക്കുന്നത്, ഈ സെയിം സ്റ്റിച്ച് തന്നെ ഒത്തിരി വീതിയിലാണ് തയ്ക്കണേ എന്നുണ്ടെങ്കിൽ അതിന് വേറെ പേരാണ് പറഞ്ഞത്. ഗോൾമുരി സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. ഉരുണ്ടിരിക്കുന്നതിന്. ഇതിപ്പോൾ നീണ്ടിരിക്കുന്ന കാരണം വെറും മൂരി സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. കുറച്ചും കൂടെ വീതിയിൽ നമ്മൾ ഉരുണ്ടായിട്ടാണ് തയ്ക്കണേ എന്നുണ്ടെങ്കിൽ ഗോൾമുരി എന്ന് പറയും അവർ.
അപ്പോൾ ഈ ചിക്കൻകാരി സ്റ്റിച്ച് എന്തെടുക്കുകയാണെങ്കിലും 6 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ക്കുക, അല്ലെങ്കിൽ കുറച്ചധികം കട്ടി 6 അല്ലെങ്കിൽ ഫാൻഡ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ 12 സ്ട്രാൻഡ്സ് ഒക്കെ ഇട്ട് തയ്ച്ചാൽ കുറേയും കൂടെ നല്ല ഉരുണ്ടിരിക്കും. ഫ്രഞ്ച് നോട്ട് നമ്മൾ ഒന്ന് ചുറ്റിയിട്ട് ഇടുന്ന പോലെ അതുപോലെ നല്ല കട്ടിക്ക് വരും. അപ്പം ചിക്കൻകാരി വർക്ക് കാണുമ്പം ദൂരത്തുനിന്നാണെങ്കിലും ആ പ്രൊജക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഈ ഫ്ലവേഴ്സ് എല്ലാ ഫ്ലവേഴ്സിൻ്റെ ഈ പെറ്റൽസ് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സെൻറ്ററൊക്കെ തയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പം ഒരു കുഞ്ഞ് പെറ്റൽ ഇത്രയും കുഞ്ഞ് നീളത്തിലാണ് നമ്മൾ ഈ ഒരു മൂരി സ്റ്റിച്ച് ഇങ്ങനെ ആദ്യം ഒരു ലൈൻ തയ്ച്ചിട്ട് പിന്നെ അതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഇങ്ങനെ നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെം നമ്മൾ മൂരി സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് സ്റ്റെമ്മും തയ്ക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്ക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. അതിനൊരു ഇത്തിരി ഡിഫറൻസ് ഉണ്ട്. സ്റ്റെം ഒത്തിരി നീളമുണ്ടല്ലോ, അപ്പം ഒറ്റ ഇതുപോലത്തെ ഒരു ലൈൻ തയ്ച്ചിട്ട് ഇങ്ങനെ തയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേറെ രീതിയിലാണ് നമ്മൾ തയ്ക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കിത് തയ്ച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ എല്ലാ പെറ്റൽസും തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്കത് കാണാം. നമ്മൾ ഫ്ലവേഴ്സിൻ്റെ ഈ ഒരു പോർഷൻ സ്ട്രെയിറ്റ് ലൈൻസ് എല്ലാം തയ്ച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു കളറ് 6 സ്ട്രാൻഡ്സ് തന്നെ എടുത്തിട്ട് ഇടയിലൊന്ന് ഫില്ല് ചെയ്യുകയാണ്. ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ വെറുതെ നമ്മൾ സാധാ സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കുന്ന മാതിരിയാണ് തയ്ക്കുന്നത്. ഫുൾ ലെങ്ത് ഇല്ല, ആ ഒരു കുഞ്ഞു പോർഷൻ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്കറിയത്തില്ല. ഈ ഒരു പോർഷൻ വരെയുള്ളൂ. ഇത്രയും ഹൈറ്റിൽ ഫുൾ ഭാഗത്തും ഇതുവരെ ഈ ഒരു കളർ ത്രെഡ് വെച്ച് വേറൊരു ഡാർക്ക് ഷെയ്ഡ് ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. വെറുതെ ഇങ്ങനെ സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കുന്ന മാതിരി തയ്ക്കുക. കുറച്ചും കൂടെ ഒരു കളർ കോമ്പിനേഷൻ, കുറേ കളേഴ്സ് വരുമ്പോൾ കാണാനൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രീ സ്പേസ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതൊരു പൂവിന് അത്രയ്ക്ക് ഭംഗി തോന്നുകയാണെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് ഓഫ് പർപ്പിൾ, ഈ ലാവൻഡർ ഷെയ്ഡിൻ്റെ കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ടാണെങ്കിലും ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാ പെറ്റൽസിൻ്റെ ഇടയിൽ ഇതുപോലെ ഗ്യാപ്പ് ഫില്ല് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ 3 വട്ടം ചെയ്തു. ഈക്വൽ സ്പേസിങ് അല്ല എൻ്റെ എല്ലാ പെറ്റൽസുമായിട്ട്. അപ്പം ഇത്രയും വട്ടം ഇവിടെ ചെയ്യേണ്ട വരത്തില്ല. അവിടെ ഒരു 2 വട്ടം ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അതിനുള്ള സ്പേസേ അവിടെയുള്ളൂ. അപ്പോൾ അതുപോലെ എല്ലായിടത്തും ഇതുവരെ തന്നെ സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കുക, എല്ലാ ഫ്ലവേഴ്സിൻ്റെ എല്ലാ പെറ്റൽസിൻ്റെ ഇടയിൽ. ഞാൻ 6 സ്ട്രാൻഡ്സ് ഇട്ടിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. വേണമെങ്കിൽ അത്ര ഇടയിലുള്ള ഇതിന് തടിപ്പ് അത്രയും എടുത്ത് നിൽക്കണ്ട എന്നുണ്ടെങ്കിൽ ഒരു 3 or 4 സ്ട്രാൻഡ്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് എല്ലാ പെറ്റൽസിൻ്റെ ഇടയിലും നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിൽ സാറ്റിൻ സ്റ്റിച്ച് തയ്ച്ചു. അതുപോലെ തന്നെ ബാക്കി 2 ഫ്ലവേഴ്സിൽ നിങ്ങൾക്ക് കാണാം ഫ്രഞ്ച് നോട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇവിടെ 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്ത് ഫ്രഞ്ച് നോട്ട്, നടുക്ക് വേറൊരു കളറും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ആ ഒരു കളർ കൊടുക്കണം എന്നില്ല. കുറേയും കൂടെ കളറ് കൂട്ടിയാൽ അത്രയും ഭംഗി കൂടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഫ്രഞ്ച് നോട്ട് ആദ്യം കവർ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നടുക്ക് വേറെ കളറും കൊണ്ട് ഒരു ഫ്രഞ്ച് നോട്ട്. ഇത് നേരെ ഓപ്പോസിറ്റ് ചെയ്താലും കുഴപ്പമില്ല. ആദ്യം ഉള്ളിൽ തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഫ്രഞ്ച് നോട്ട്, ഔട്ടർ ഫ്രഞ്ച് നോട്ട് തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് തയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. നടുക്ക് കുറച്ചും കൂടെ ഇങ്ങനെ എംപോസ് ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ചുറ്റിയിട്ട് താത്താം. അതല്ല എന്നുണ്ടെങ്കിൽ 12 സ്ട്രാൻഡ്സ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് തടിച്ച് നിൽക്കും. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അന്നേരം ബാക്കിയുള്ള ഫ്ലവർ തയ്ക്കുമ്പോഴൊക്കെ 12 സ്ട്രാൻഡ്സ് തന്നെ എടുത്ത് തയ്ച്ചാൽ മതി. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള തടുപ്പായിരിക്കും. അല്ലെങ്കിൽ നടുക്ക് മാത്രം ഒത്തിരി അങ്ങ് തടിച്ച് നിൽക്കും. അപ്പോൾ ഇതുപോലെ അടുപ്പിച്ച് ഫ്രഞ്ച് നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ മറ്റേ കളറുള്ള ത്രെഡും കൊണ്ട്, വേറെ ക്രീം കളർ ത്രെഡും കൊണ്ടാണ് ഞാൻ നടുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയും ചെയ്ത് നമുക്കിത് ഈ ഒരു അപ്പോഴേയും ഫ്ലവറിൻ്റെ ഇത് കഴിയും. പിന്നെ നമുക്ക് സ്റ്റെമ്മാണുള്ളത്. സ്റ്റെം എങ്ങനെയാണ് തയ്ക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. നമ്മളിതിങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഫ്ലവറിൻ്റെയും കൂടെ നടുക്കുള്ള സെൻറ്റർ പോർഷനും അങ്ങ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റെം തയ്ക്കാൻ പോവാം. നമ്മൾ ഫ്ലവർ തയ്ച്ചു കഴിഞ്ഞു.
ലീഫും തയ്ച്ചു കഴിഞ്ഞാൽ സ്റ്റെമ്മാണ് നമുക്കുള്ളത്. സ്റ്റെം തയ്ക്കാനായിട്ട് നമ്മൾ മുറി സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതുപോലെയല്ല, ഈ പെറ്റിൽ തയ്ക്കുന്ന പോലെയല്ല. എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വളഞ്ഞുമാണ്, ഒത്തിരി നീളമുണ്ട്. അപ്പോൾ ഒറ്റ ലൈൻ തയ്ച്ചു കഴിഞ്ഞിട്ട് പിന്നെ ട്വിസ്റ്റ് ചെയ്ത് മറ്റേ മുറി സ്റ്റിച്ച് നേരത്തെ കാണിച്ച പോലെ തയ്ച്ചാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച് അല്ല റണ്ണിങ് സ്റ്റിച്ചാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ റണ്ണിങ് സ്റ്റിച്ച് ഇങ്ങനെ നമ്മൾ തയ്ക്കുക. അത് ഒത്തിരി ഗ്യാപ്പ് വേണ്ട. അപ്പോൾ ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് തയ്ക്കുക. ഈ സ്റ്റെം തയ്ക്കാൻ നേരത്തെ നിങ്ങൾക്ക് 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. 3 സ്ട്രാൻഡ്സോ 4 സ്ട്രാൻഡ്സ് ഒക്കെ മതി. അല്ലെങ്കിൽ ഇതുപോലെ ഒത്തിരി തടിച്ച് നിൽക്കും. അപ്പോൾ അതിലും ഭേദം ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തേക്കണം. നിങ്ങളൊരു മെറ്റീരിയൽ ചുരിദാറിലൊക്കെ തയ്ക്കുവാണെങ്കിൽ 6 സ്ട്രാൻഡ്സിൻ്റെ ആവശ്യമില്ല, 3 സ്ട്രാൻഡ്സ് ഒക്കെ മതി. അപ്പോൾ തിന്നായിട്ടുള്ള സ്റ്റെംസൊക്കെ നമുക്ക് തയ്ക്കാൻ പറ്റും. ഈ ചിക്കൻകാരി വർക്ക് ചെയ്യുന്നതെല്ലാം വളരെ തിന്നായിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസിലല്ല ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ഈ മൂരി സ്റ്റിച്ച്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും ഞാൻ എടുക്കണതൊക്കെ ഭയങ്കര ഇത്തിരി പാടുപെട്ടിട്ടാണ്. ഇനി ബാക്കിയുള്ള സ്റ്റിച്ച്, ഇതിപ്പോൾ നേരത്തെ ഒരു ലൈൻ തയ്ക്കുന്നതിന് പകരം ഇതൊരു റണ്ണിങ് സ്റ്റിച്ചാണ് തയ്ച്ച്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്റ്റെപ്സ് എല്ലാം സെയിം ഈ പെറ്റിൽ തയ്ച്ചോരെ തന്നെയാണ്. ഇങ്ങനെ എടുക്കുന്നു, തൊട്ടപ്പുറത്തുനിന്ന് ലൈനിൻ്റെ ഇപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് ഇങ്ങനെ എടുക്കുന്നു. നേരത്തെ തയ്ച്ച ത്രെഡിൽ ഉടക്കാതെ എടുക്കാൻ നോക്കുക. ഇങ്ങനെ എടുക്കുന്നു, ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുന്നു, വലിച്ചെടുക്കുന്നു. ബാക്കിയുള്ള ഇതെല്ലാം സെയിമാണ്. ഞാൻ ടേൺ ചെയ്യുവാണ്, എന്നാലും എൻ്റെ ഒരു സൗകര്യത്തിന് ഞാൻ ഇങ്ങനെ ടേൺ ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ വലിച്ചിട്ട് നല്ലോണം ഒന്ന് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് വലിച്ചാൽ നല്ല തിന്നായിട്ട് വരും. ഇങ്ങനെ ത്രെഡിൻ്റെ നീരിൻ്റെ മേലിൽ കൂടെ ത്രെഡ് പാസ് ചെയ്ത് താഴത്തേക്കൂടെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ അങ്ങ് തയ്ച്ചാൽ മതി സ്റ്റെം. ഇതുപോലെ നമുക്ക് ഈ സ്റ്റെം തയ്ച്ച് തീർക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും അവസാനം ഈ ഫുൾ ഡിസൈൻ എങ്ങനെ ഇരിക്കണമെന്ന് കാണാം. അപ്പോൾ നമ്മുടെ മോരി സ്റ്റിച്ച് വെച്ച് ഫ്ലവേഴ്സും സ്റ്റെമ്മും തയ്ച്ചു, റേസ്ഡ് ഫിഷ് ബോൺ വെച്ചിട്ട് ലീവ്സും തയ്ച്ചു. അപ്പോൾ ഇത് കുറച്ച് വണ്ണത്തിലാണ് ഇരിക്കുന്നത്. 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ 3 or 4 സ്ട്രാൻഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ തിന്നായിട്ട് വീണ്ടും വരും. അപ്പോൾ കുറച്ചുകൂടെ ചിക്കൻകാരിയിൽ തിന്നായിട്ടുള്ള ഇങ്ങനത്തെ ലൈൻസൊക്കെ കാണുന്നത് ഈ മോരി സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ മൂരി സ്റ്റിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കോട്ടൺ തുണിയിൽ തയ്ക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ ട്രാൻസ്പെറൻറ്റ് കട്ടി കുറഞ്ഞ മെറ്റീരിയൽസിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ തന്നെ തയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.